ഹായ് ഫ്രണ്ട്സ്, മേക്ക് മൈ റെസിപ്പീസിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ലൊരു ഊണിൻ്റെ റെസിപ്പീസ് ആയിട്ടാണ്. അതായത് വീട്ടിൽ നമുക്ക് എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ യൂസ് ചെയ്ത് നമുക്ക് നല്ലൊരു ഊൺ എങ്ങനെ റെഡിയാക്കാമെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കുന്നതിന് മുന്നേ തന്നെ നമുക്ക് ഇന്ന് എന്താണ് വേണ്ടത്, അതിനുള്ള സാധനങ്ങളെല്ലാം നമ്മൾ ഇതുപോലെ റെഡിയാക്കി വെച്ചിരിക്കുക. അങ്ങനെ റെഡിയാക്കി വെക്കുമ്പോൾ തന്നെ നമുക്ക് വേഗം തന്നെ നമുക്ക് പണിയെല്ലാം തീർക്കാനായിട്ട് പറ്റും. നമ്മളെല്ലാം പച്ചക്കറികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എല്ലാം റെഡിയാക്കി വെച്ചിട്ട് വേണം നമ്മൾ കറികൾ ഉണ്ടാക്കാനായിട്ട് തുടങ്ങാൻ. പിന്നെ ഇന്നിപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് ഒരു തക്കാളിക്കറിയും പിന്നെ ബീൻസും ക്യാരറ്റും മെഴുക്കുവരട്ടിയും പിന്നെ പയറ് തോരനും മീൻ വറുത്തതുമാണ്. മീൻ ഓൾറെഡി ഞാൻ മുളകൊക്കെ തിരുമ്മി വെച്ചിട്ടുണ്ട്, അത് നമുക്ക് മാറ്റി വയ്ക്കാം. പിന്നെ നമുക്ക് 2 തക്കാളിയാണ് തക്കാളിക്കറി ഉണ്ടാക്കാൻ എടുത്തിരിക്കുന്നത്. പിന്നെ കുറച്ച് ബീൻസും ക്യാരറ്റും എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കറിയിലേക്ക് വേണ്ട തേങ്ങയും പിന്നെ ഉള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്ക് അരി ഇടാം. അരി ഞാൻ ഓൾറെഡി വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ട് ഇതൊന്ന് കഴുകി എടുത്തിട്ട് നമുക്ക് അരി ആദ്യം തന്നെ ഇടാം. അരി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുക്കറിൽ വേവിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ കലത്തിലാണെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഞാൻ സാധാരണ ഇങ്ങനെയാണ് ചെയ്തെടുക്കാറുള്ളത്. ആദ്യം തന്നെ ഞാൻ അരി ഇട്ടു. അതിനുശേഷം നമുക്ക് പയറ് തോരനുള്ള ഉണ്ടാക്കാനായിട്ടുള്ള പയറ് നമുക്ക് വേവിച്ചെടുക്കാം. ആവശ്യത്തിന് പയറും പിന്നെ അതിലേക്ക് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് കൊടുക്കുക. പിന്നെ അതിലേക്ക് ഒരല്പം ഉപ്പും പിന്നെ മഞ്ഞൾപ്പൊടിയും കൂടെയും ചേർത്തിട്ട് പയറ് ഞാൻ വേവിച്ചെടുക്കാറുള്ളത്. അതൊക്കെ നമുക്ക് പയറിപ്പോൾ വേവിക്കാനിപ്പോൾ ഒക്കെ പറയേണ്ട കാര്യമൊന്നുമില്ല, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പിന്നെ ഇവിടെ എപ്പോഴും ഒരു കുറച്ചൊന്ന് കുഴഞ്ഞിരിക്കുന്ന രീതിയിലാണ് ഇവിടെ ഇഷ്ടം. ആ ഒരു രീതിയിലാണ് ഞാനിവിടെ ചെയ്യുന്നത്. പിന്നെ നമുക്ക് തക്കാളിക്കറി ഉണ്ടാക്കാം. തക്കാളിക്കറി ഉണ്ടാക്കാൻ 2 ടൊമാറ്റോയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അത് നമുക്ക് ചെറിയ പീസുകളാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇപ്പം നമുക്ക് ലോക്ക്ഡൗൺ ഒക്കെ ആയത് കാരണം തന്നെ നമുക്ക് എപ്പോഴും സാധനങ്ങൾ മേടിക്കാനായിട്ട് പുറത്തൊന്നും പോകാനായിട്ട് പറ്റില്ലല്ലോ. അങ്ങനെയുള്ള ദിവസങ്ങളിലൊക്കെ നമുക്ക് ഒരുപാട് പച്ചക്കറികളൊന്നും യൂസ് ചെയ്താണ്ട് നമുക്ക് വീട്ടിൽ എപ്പോഴും നമുക്കിപ്പോൾ തക്കാളി, ബീൻസ്, പയർ എന്നൊക്കെ പറഞ്ഞ സാധനങ്ങളൊക്കെ നമുക്ക് കുറച്ച് ദിവസം വരെയും എനിക്ക് തോന്നുന്നു 2-3 ആഴ്ച വരെ നമുക്കിത് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള സാധനങ്ങൾ നമ്മൾ മേടിച്ച് കുറച്ച് സ്റ്റോർ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ നല്ലൊരു ഊണ് റെഡിയാക്കാനായിട്ട് പറ്റും. ഇപ്പോൾ നോൺ വെജിനാണെങ്കിൽ മീൻ മുളകൊക്കെ തിരുമ്മി നമ്മൾ ഫ്രീസറിൽ വെക്കുവാണെങ്കിൽ ഒരാഴ്ച വഴി നമുക്കത് കേടുകൂടാണ്ട് വെക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇങ്ങനെ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു കോമ്പിനേഷൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ ഞാൻ കറിക്ക് വേണ്ട സവാളയും അതുപോലെ പച്ചമുളകും എല്ലാം ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് കറിയാക്കാം. ഞാൻ സാധാരണഗതിയിൽ ടൊമാറ്റോ കറി ഉണ്ടാക്കുന്നത് നമ്മൾ തേങ്ങ അരച്ച് മീനൊക്കെ വെക്കുന്ന ആ ഒരു രീതിയിലാണ് ടൊമാറ്റോ കറി ഉണ്ടാക്കാറുള്ളത്. ചെറിയൊരു പീസ് പുളി ഇടും. പിന്നെ അതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, പിന്നെ 1 ടീസ്പൂണോളം മല്ലിപ്പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂണോളം മുളക് പൊടി, ഇത്രയും ചേർത്തിട്ട് ആണ് ഞാൻ തക്കാളിക്കറി ഉണ്ടാക്കുന്നത്. പിന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് ഞാൻ നന്നായിട്ട് ഈ ടൊമാറ്റോയും അതുപോലെ സവാളയും ഇതുമെല്ലാം കൂടെ നന്നായിട്ട് കൈകൊണ്ട് നന്നായിട്ട് ഞെരടിയെടുത്തിട്ട് ആവശ്യത്തിന് ഇതിലേക്ക് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമ്മൾ ഈ തക്കാളിയൊക്കെ നന്നായിട്ട് ഉടയുന്നിടം വരെ ഞാനിത് വേവിച്ചെടുക്കുകയാണ് സാധാരണ ചെയ്യാറുള്ളത്. ടൊമാറ്റോ കറി ഇവിടെ നിന്ന് വേവുന്ന നേരം കൊണ്ട് നമുക്ക് ബീൻസും ക്യാരറ്റും കൂടെ മെഴുക്കുവരട്ടിക്കുള്ളത് റെഡിയാക്കാം. ഞാനിപ്പം സാധാരണ മെഴുക്കുവരട്ടിയായിട്ടും വെക്കാറുണ്ട്, ബീൻസ് തോരനായിട്ടും വെക്കാറുണ്ട്. ഇന്നിപ്പോൾ ഞാൻ ഈ ഒരു രീതിയിലാണ് ചെയ്യുന്നത്. കുറച്ച് ബീൻസ് എൻ്റെ കയ്യിലുണ്ടായിരുന്നുള്ളൂ, അപ്പോൾ അത് വെച്ച് മെഴുക്കുവരട്ടിയായിട്ടാണ് ഞാൻ വെക്കുന്നത്. നീളത്തിൽ ഇതുപോലെ കട്ട് ചെയ്തിട്ട് എണ്ണയിലേക്കിട്ട് ഇത് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ബീൻസൊക്കെ എന്ന് പറയുന്നത് കട്ട് ചെയ്തെടുക്കുന്നതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കട്ട് ചെയ്യുക. എനിക്കിതുപോലെ കുറച്ച് വലുതാക്കി കട്ട് ചെയ്യുന്നതാണ് ഇവിടെ താല്പര്യം. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഞാനിത് കട്ട് ചെയ്തേക്കുന്നത്. പിന്നെ നമുക്കിതിലേക്ക് ഒരു സവാള കൂടി ഞാനിതിലേക്ക് ചേർക്കുന്നുണ്ട്. നല്ലൊരു ടേസ്റ്റാണ് ഇങ്ങനെ ഒരു ബീൻസും ക്യാരറ്റും മെഴുക്കുവരട്ടി വെക്കുന്നത്. ഇവിടെ മോനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ വെക്കുന്നത്. അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക.
നമുക്ക് ഇതുണ്ടാക്കാനായിട്ട് ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ആദ്യം തന്നെ നമുക്ക് കടുക് പൊട്ടിക്കാം. കടുക് പൊട്ടി വരുന്ന ടൈമിൽ നമുക്കിതിലേക്ക് ബീൻസ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരുപാട് ഓയിലൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. നമ്മൾ സാധാരണ വീട്ടിലെ ഫുഡ് ഉണ്ടാക്കുന്ന ടൈമിൽ നമ്മൾ ഒത്തിരി ഓയിലൊന്നും ചേർത്ത് കൊടുക്കാതിരിക്കുകയാണ് നല്ലത്. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് ഇത് എണ്ണയിലിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഷാലോ ഫ്രൈ അല്ല, നമുക്കൊന്ന് ഓയിലിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുത്താൽ മതി. നന്നായിട്ട് കുക്ക് ചെയ്തെടുത്ത് കഴിയുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ബീൻസും ക്യാരറ്റും കൂടെ. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾ. വളരെ സിമ്പിളായിട്ട് നമുക്ക് റെഡിയാക്കാനായിട്ട് പറ്റും. പിന്നെ ഞാനിതിലേക്ക് എരിവിന് കുറച്ച് പച്ചമുളക് ചേർത്തിട്ടുണ്ട്. പച്ചമുളകിന് അത്ര എരിവില്ല, അപ്പോൾ അതാണ് കുറച്ച് ക്രഷ്ഡ് ചില്ലീസാണ് ചേർത്തിരിക്കുന്നത്. അതിന് പകരം മുളക് പൊടിയാണെങ്കിലും ചേർത്ത് കൊടുക്കാം. മുളക് പൊടി ആകുമ്പോഴത്തേക്കും കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി, ഒരു 1/2 ടീസ്പൂണോളം ചേർത്ത് കൊടുത്താലും മതി. പിന്നെ ആവശ്യത്തിന് ഉപ്പും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ബീൻസും ക്യാരറ്റും കൂടെ മെഴുക്കുവരട്ടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരുപാട് പണിയൊന്നുമില്ല, ഇതവിടെ നിന്ന് റോസ്റ്റ് ആയിക്കോളും. നമുക്ക് ആ ടൈമിൽ നമുക്ക് വേറെ കറിയൊക്കെ നമുക്ക് റെഡിയാക്കാം. അപ്പോൾ ഇതവിടെ ഇരുന്ന് റെഡിയാവുന്ന ടൈമിൽ നമുക്ക് ടൊമാറ്റോ കറിയിലേക്ക് വേണ്ട അരപ്പ് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു 3/4 കപ്പ് തേങ്ങയും പിന്നെ 2 ചെറിയ ചുമന്നുള്ളിയാണ് എടുത്തിരിക്കുന്നത്. ടൊമാറ്റോയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന നമ്മളുടെ തേങ്ങയുടെ മിക്സ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ തേങ്ങ അരച്ച് ചേർക്കുന്നതിന് പകരം നിങ്ങൾക്ക് തേങ്ങാപ്പാലാണെങ്കിലും യൂസ് ചെയ്യാം. ഞാനിപ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് തേങ്ങ അരച്ച് തന്നെയാണ് ചേർക്കുന്നത്. എന്നിട്ട് നമുക്ക് കറിയൊക്കെ ആയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത് തേങ്ങയുടെ അരപ്പ് ചേർത്ത് കഴിഞ്ഞിട്ട് നമ്മൾ പാലൊഴിച്ച് കറി വെക്കുന്ന പോലെ തന്നെ ഒരുപാട് നേരം ഇട്ടങ്ങ് തിളപ്പിക്കുകയൊന്നും വേണ്ട. പയ്യെ തിളയൊക്കെ ഒന്ന് വരുന്ന ടൈമിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരുമാതിരി ഇങ്ങനെ പിരിഞ്ഞ് കിടക്കുന്ന രീതിയിൽ വരും. അപ്പം നമുക്ക് ഇതിപ്പോൾ തിളയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ആ ഒരു ടൈമിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഈ കറിയിലേക്ക് നമുക്ക് താളിച്ച് ചേർക്കണം. താളിച്ച് ചേർക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചുമന്നുള്ളിയും പിന്നെ ഒരു പീസ് വെളുത്തുള്ളിയും പിന്നെ കുറച്ച് കറിവേപ്പിലയും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് താളിച്ച് ചേർക്കണം. ഞാൻ അതിൻ്റെ കൂടെ തന്നെ ബാക്കിയുണ്ടായിരുന്ന ചുമന്നുള്ളിയും വെളുത്തുള്ളിയും കൂടെ പയറ് തോരൻ ഉണ്ടാക്കാനായിട്ട് ഞാനത് പയ്യെ ക്രഷ് ചെയ്ത് ഇവിടെ വെക്കുന്നുണ്ട്. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. എണ്ണയൊന്ന് ചൂടായി വരുന്ന ടൈമിൽ ഞാനൊരു 1/4 ടീസ്പൂണോളം ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ 1/2 ടീസ്പൂണോളം കടുകും കൂടെയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കടുകൊക്കെ നന്നായി പൊട്ടി വരുന്ന ടൈമിൽ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുമന്നുള്ളിയൊക്കെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ സാധാരണ കറിക്ക് താളിച്ച് ചേർക്കുമല്ലോ, താളിച്ച് ചേർക്കുന്ന പോലെ തന്നെ നമ്മൾ കറിയിലേക്ക് താളിച്ച് ചേർക്കാം. ഞാൻ എപ്പോഴും കറി താളിച്ച് ചേർക്കുന്ന ടൈമിനകത്ത് ലാസ്റ്റ് കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ അതുപോലെ മുളക് പൊടി ഇടുന്ന കറിയാണെങ്കിൽ മുളക് പൊടിയും കൂടി ഇടാറുണ്ട്. അങ്ങനെ നമ്മൾ ഇടുന്ന ടൈമിൽ കറിക്ക് നല്ലൊരു സ്മെല്ലൊക്കെയാണ്, നല്ലൊരു വാസന വരും. അപ്പോൾ അത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മളുടെ ടൊമാറ്റോ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചോറിൻ്റെ കൂടെ ചോറിൻ്റെ കൂടെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമുക്ക് പയർ ഒലത്താം. അതിനായിട്ടൊരു പാൻ അടുപ്പത്ത് വെക്കുക. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഞാൻ സൺഫ്ലവർ ഓയിലാണ് പയറൊക്കെ ഒലത്താനായിട്ട് എടുക്കാറുള്ളത്. അതിലേക്ക് നമുക്ക് കടുകൊക്കെ ഇട്ട് പൊട്ടി കഴിയുമ്പോൾ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും അതുപോലെ തന്നെ ചുമന്നുള്ളിയും കൂടെ നമുക്കിതിലിട്ട് വഴറ്റിയെടുക്കാം. പയറൊക്കെ ഒലത്തുന്ന ടൈമിൽ നമ്മൾ എടുക്കുമ്പോൾ ചുമന്നുള്ളിയുടെ എമൗണ്ടിനേക്കാൾ കൂടുതൽ വെളുത്തുള്ളി എടുക്കുക. അപ്പോഴാണ് പയർ ഒലത്തിയെടുക്കുന്നതിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ പയറിന് ചെറിയ ഗ്യാസൊക്കെ ഉണ്ടാവുമല്ലോ കഴിച്ച് കഴിയുമ്പോൾ. അപ്പോൾ നമ്മൾ വെളുത്തുള്ളി കുറച്ചധികം ഇൻക്ലൂഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതൊന്നും ഉണ്ടാവത്തില്ല. ഉള്ളിയൊക്കെ മൂത്ത് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ക്രഷ്ഡ് ചില്ലീസാണ് യൂസ് ചെയ്യാറുള്ളത്. അത് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് തേങ്ങ, അതായത് ഒരു പിടിയോളം തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് മൂത്ത് വരുന്ന ടൈമിൽ ഞാനതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മളുടെ പയറും കൂടി ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉപ്പും മുളകൊക്കെ പാകത്തിനാണോ എന്ന് നോക്കുക. എന്നിട്ട് നമുക്ക് പയറ് വെള്ളമൊക്കെ വറ്റുന്നിടം വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പം നമ്മളുടെ കറികളെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മീനും കൂടിയാണ് വറുത്തെടുക്കാനുള്ളൂ. ഇതിപ്പോൾ നന്നായിട്ട് ഇതിനകത്ത് മുളകും ഇതുമെല്ലാം പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മീനും കൂടി ഒന്ന് വറുത്തെടുക്കാം. മീനും കൂടെ വറുത്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു ലഞ്ച് റെഡി ആയിട്ടുണ്ട്.
അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്കിതൊക്കെ ചെയ്തെടുക്കാം. നമ്മളെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പച്ചക്കറിയും സാധനങ്ങളും ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഊണ് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. എനിക്ക് തോന്നുന്നു ഞാനിത് റെഡിയാക്കി എടുക്കാനായിട്ട് ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 3/4 മണിക്കൂറാണ് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം ഇതുപോലെ നിങ്ങൾ എല്ലാം പ്ലാൻ ചെയ്ത് നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അടുക്കളയിലെ പരിപാടികളൊക്കെ ചെയ്ത് നമുക്ക് ഫ്രീ ആകാം. ഇപ്പോൾ നമ്മളുടെ വളരെ സിമ്പിളായിട്ട് ഈസി ആയിട്ട് റെഡിയാക്കാൻ പറ്റിയ നല്ലൊരു ലഞ്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായും നിങ്ങൾ ഈ ഒരു കോമ്പിനേഷൻ ഒന്ന് പരീക്ഷിച്ച് നോക്കുക. ഒരുപാട് പച്ചക്കറികളൊന്നും ഞാൻ യൂസ് ചെയ്തിട്ടില്ല. നമുക്ക് ലോക്ക്ഡൗണിൻ്റെ സമയത്തൊക്കെ നമുക്ക് മേടിച്ച് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന കുറച്ച് പച്ചക്കറികളാണ്. ബീൻസ്, തക്കാളി, അതുപോലെ തന്നെ പയർ, അതൊക്കെ വെച്ചിട്ടാണ് ഞാനിത് ചെയ്തേക്കുന്നത്. അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു ചോറിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ് ഈ കറികളെല്ലാം കൂടി. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത ദിവസം തന്നെ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ കാണുന്ന ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. അതിൻ്റെ കൂടെ തന്നെ കാണുന്ന ആ ബെല്ലൈക്കണിലെ ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്തിടാനായിട്ട് മറക്കല്ലേ.